ബഡീസ് വെൽക്കം ബാക്ക്. ഇത് ഞായറാഴ്ച ആയിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാ. മെയിനായിട്ട് പുറത്തിറങ്ങിയത് ഈ മുടി ഒന്ന് വെട്ടാനാണ്. ഒതുങ്ങിയിരിക്കുന്നില്ല. അതുകൊണ്ട് വെട്ടാനായിട്ട് ഇറങ്ങിയതാ. കൊല്ലത്ത് ട്രിപ്പ് പോണതിന് മുന്നേ പ്ലാൻ ചെയ്തതാ മുടി വെട്ടണമെന്ന്. പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഒന്ന് ഇറങ്ങി മുടി വെട്ടാൻ നേരത്ത് ഇപ്പം ഞാൻ സ്ഥിരം വെട്ടുന്ന കട തുറന്നില്ല. ഞായറാഴ്ച ആയിട്ടായിരിക്കും കണ്ടുപടയത്. അങ്ങനെ വണ്ടി പിടിച്ച് തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്താണ് ആലോചിച്ചത് വണ്ടിയുടെ പൊല്യൂഷന്റെ ഡേറ്റ് എക്സ്പയർ ആയ കാര്യം. അതിനുള്ള പണി കൊല്ലത്ത് പോയപ്പോഴേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 250 രൂപ പെറ്റി. ഹൈവേ പോലീസ് പെട്രോളിങ്ങിന് വേണ്ടി വണ്ടി വഴിയിട്ടിട്ട് അവര് വണ്ടി നിർത്തി ഇൻഷുറൻസ് ചോദിച്ചു. ഇൻഷുറൻസ് വണ്ടി നമ്പർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ എന്റെ കൂട്ടുകാരുണ്ട് ഇത് മറ്റേ വണ്ടി പുതിയ വണ്ടി ആയതുകൊണ്ട് പൊല്യൂഷന് സീനില്ല. ഒരു വർഷം ആയിക്കഴിഞ്ഞാൽ പിന്നെ എടുത്താൽ മതി. എൻ്റെത് 2 വർഷം കഴിഞ്ഞ് 3-ാമത്തെ വർഷം ആകുമ്പോൾ അപ്പോൾ പൊല്യൂഷന് 2-ാമത്തെ വർഷം എടുത്തു. അടുത്ത വർഷത്തേക്കുള്ളത് ഫെബ്രുവരി 2025 ആയപ്പോൾ എക്സ്പയർ ആയി. ഞാൻ അതിന്റെ ആരും ബുക്കും പേപ്പറും നോക്കാറില്ല. ഒന്നാമതായിരിക്കും അവര് പിടിച്ചെടുത്ത് ഈ പൊല്യൂഷൻ 2025 ഫെബ്രുവരി കഴിഞ്ഞതാണ്. 2500 പറ്റി അടയ്ക്കും. എന്റെ നെഞ്ചം കത്തിപ്പോ 2500 ഈ ട്രിപ്പിന് പോണത് എങ്ങനെയൊക്കെയാണ് തെന്റും. പിന്നെ അവര് പറഞ്ഞ് 250 ജീപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എമ്മിയുടെ പിടിച്ചു കഴിഞ്ഞാൽ 2500 രൂപയ്ക്ക് അടയ്ക്കുന്നത്. ഇല്ല 250 പോയതിലും സങ്കടമാണ്. വെറുതെ കിടക്കുന്ന പൈസ. അങ്ങനെ പൊല്യൂഷൻ എടുക്കാനായിട്ട് നേരെ പെട്രോൾ പമ്പ് വിട്ടപ്പോഴത്തേക്കും അവിടത്തേക്ക് എടുക്കുന്ന ആള് വന്നിട്ട് ആ പുള്ളിക്കാരടുത്ത് ചോദിച്ചപ്പോ അവര് പറയുന്നത് 11 മണിയാകുമ്പോൾ വരാൻ. എനിക്ക് 11 കാലമാകുമ്പോൾ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ജോലിക്ക് പോകാൻ 12 മണിക്ക് കയറണം അവിടെ. 11 മണിയിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ നടക്കൂല. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി പമ്പിന്റെ അടുത്തുള്ള ഒരു കാർ വാഷിംഗ് സെന്ററിൽ വണ്ടി ഒന്ന് കഴുകണമായിരുന്നു. മൊത്തം അഴുക്കായി കച്ചടയായി മൊത്തം. അതുകൊണ്ട് വണ്ടി കഴുകാൻ കയറ്റി. മാസത്തില് ഒരു തവണ കൊടുക്കും വണ്ടി വാഷ് ചെയ്യാൻ. ഇപ്പൊ കൊല്ലത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല കച്ചടയായി. അവിടെ കൊല്ലത്ത് റോസ്മല കയറുന്നവിടെ നല്ല ഓഫ് റോഡാ. അവിടെയൊക്കെ ചെളി വീണ് കല്ലിന് ഓഫ് റോഡിലൊക്കെ കയറി ടയറൊക്കെ ഒരുമാതിരിയായി. അതുകൊണ്ടൊന്ന് കഴിയണമെന്ന് നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. അപ്പൊ ഈ ഞായറാഴ്ച ആയിട്ട് കട തുറന്നിരിക്കുന്ന എന്റെ ഭാഗ്യം. ഞാൻ പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പൊ കൊല്ലത്ത് റോസ്മല പോണവരുടെ ശ്രദ്ധയ്ക്ക് ഓഫ് റോഡ് കയറാൻ പറ്റിയ വണ്ടി കൊണ്ട് അവിടെ പോകും. എന്റെ വണ്ടി കുഴപ്പമില്ല. നല്ല കല്ലും കുഴി നല്ല കല്ലുണ്ട്. ഓഫ് റോഡ് എന്ന് വെച്ചാൽ നല്ല ഓഫ് റോഡ്. പൊന്മുടി പോലത്തെ റോഡൊന്നും അല്ല മക്കളെ. അതും വിചാരിച്ചുകൊണ്ട് പോവാൻ നിൽക്കലും ആ പോകുന്ന വഴിയൊക്കെ വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മക്കളെ ഫോൺ കഴിഞ്ഞ തറയിൽ പോകും. അമ്മാതിരി കല്ലായിരുന്നു. ബാക്കിലുള്ള ആളുടെ ഒരു ഫോൺ കൊടുത്താൽ പോലും പിന്നെ ഷെയ്ക്ക് ആവും. നേരെ വീഡിയോ കിട്ടത്തുമില്ല. അതുകൊണ്ടാണ് വ്ളോഗ് എടുത്ത് നിങ്ങൾക്ക് ഇടാത്തത്. ഞാൻ മേഖലത്തെ വ്യൂ പോയിന്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കി പോണ വഴി ഒന്നും ഇട്ടിട്ടില്ല ഞാൻ. അപ്പൊ ഇത് കണ്ട് ഒന്നും പോവാൻ നിൽക്കലും. നിങ്ങൾക്ക് വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവുക. ഓക്കെ, അപ്പൊ ഇത്രയുള്ള പ്ലീസ്. ഞാൻ ഇവിടുന്ന് വണ്ടി വാഷ് ചെയ്ത് കഴുകി വാങ്ങിച്ചിട്ട് നേരെ ഇനി വീട്ടിൽ ചെന്ന് കുളിച്ച് കഴിച്ച് ഇറങ്ങും. അപ്പോൾ ബുക്കും പേപ്പറൊക്കെ കറക്റ്റാണോ നോക്കുക. അല്ലെങ്കിൽ ഇതണക്ക് ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കായിരിക്കും വല്ല പണിയും കിട്ടുന്നത്. അത് പൈസ നമ്മൾ ഒപ്പിച്ചിട്ടൊക്കെയാണ് പോണത് എവിടെന്നെങ്കിലും. ഇങ്ങനത്തെ വല്ല പണി വന്നു കഴിഞ്ഞാൽ കയ്യിൽ എക്സ്ട്രാ പൈസ പോകും. നമ്മൾ പ്ലാൻ ചെയ്ത ബഡ്ജറ്റിനേക്കാളും കൂടുതൽ പോകും. ഓക്കെ, ബൈ.